ഒരു ഇടക്കാലത്തിന് ശേഷം, ഒരു കാലയളവിന് ശേഷം ഗാസ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വാർത്ത പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഉള്ളത് അമലയാണ്. കൈരളി കുടുംബത്തിലേക്ക് അവസാനമായി എത്തിയ ഒരംഗം കൂടിയാണ് അമല. ഗുഡ് മോർണിംഗ്. വിനിഷ, ഒരു വെടിനിർത്തൽ, അത് US-ന്റെ സമാധാന ചർച്ചയ്ക്ക് ശേഷം വെടിനിർത്തൽ ഉണ്ടായെങ്കിലും ഗാസ വീണ്ടും ഒരു ആക്രമണത്തിനിരയായിരിക്കുകയാണ്. ഏറ്റവും അധികം ജനങ്ങൾ വെടിനിർത്തലിന് ശേഷം ഏറ്റവും അധികം ജനങ്ങൾ കൊല്ലപ്പെടുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് 32ഓളം പേരാണ് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ മരിച്ചത്. പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇന്നലെ ആക്രമണം നടന്നതായാണ് വിവരം. 12ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ മരിച്ചിരുന്നു. US മുന്നോട്ട് വെച്ച 20 സമാധാന പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ 30-നാണ് വെടിനിർത്തൽ ഉണ്ടായത്. പക്ഷേ എന്നാൽ പോലും അതിനുശേഷവും 513ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ഒരു വ്യവസ്ഥ പ്രകാരം ബന്ദികളെ കൈമാറിയിരുന്നു. അതിനുശേഷവും ഇത്തരത്തിലൊരു ആക്രമണം എന്തിൻ്റെ പിൻബലത്തിലാണെന്നുള്ളത് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. വിനിഷ.